ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 26 ഗജേന്ദ്രമോക്ഷം. ശ്ലോകം 9. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവർയം വ്യതാരി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വൽസാരൂപ്യാ പ്രാപ്യതേ ദീപ്യതേ സ്മ. ഗരുഡാരൂഢനായ മഹാവിഷ്ണു ഗരുഡൻ്റെ പുറത്തു നിന്ന് ഇറങ്ങി തടാകത്തിൽ ഇറങ്ങിച്ചെന്ന് ആനയുടെ തുമ്പിക്കൈ പിടിച്ച് തടാകത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. കൂടെ കടിവിടാതെ മുതലയും തടാകത്തിൽ നിന്ന് ആനയോടൊപ്പം പുറത്തേക്ക് വന്നു. ഭഗവാൻ ഉടനെ തൻ്റെ സുദർശന ചക്രം പ്രയോഗിച്ച് മുതലയെ പിളർന്ന് ഗജേന്ദ്രൻ്റെ കാലിനെ മുക്തമാക്കി. മുതലയായിരുന്ന ഹൂഹു എന്ന ഗന്ധർവൻ ശാപമോചിതനായി ഗന്ധർവലോകത്തേക്ക് മടങ്ങി. ഗജേന്ദ്രൻ ഭഗവാന് സമാനമായ രൂപം പ്രാപിച്ച് വൈകുണ്ഠലോകത്തേക്ക് പോയി. ഇതിനെ സാരൂപ്യമുക്തി എന്നാണ് പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ അതേ രൂപത്തിൽ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് വൈകുണ്ഠവാസിയായി. ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് ഭഗവത് ഭക്തനായിരുന്നു എങ്കിലും അല്പം അഹം എന്ന ബോധം ഉണ്ടായിരുന്നു. രാജാവായതുകൊണ്ടായിരിക്കാം അഭാവം ഉണ്ടായത്. തൻ്റെ ഭക്തന്മാർക്ക് മോക്ഷം കൊടുക്കണമെങ്കിൽ അഹങ്കാരം അശേഷം പാടില്ല എന്ന നിർബന്ധം ഭഗവാന് ഉണ്ട്. രാജാവിൻ്റെ അഹങ്കാരാംശത്തെ ഇല്ലാതാക്കുവാനാണ് നിരപരാധിയായ അദ്ദേഹത്തെ അഗസ്ത്യ മഹർഷി ശപിച്ച് ആനയാക്കിയത്. ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്ന താൻ എങ്ങനെയാണ് അഗസ്ത്യ സാന്നിധ്യം അറിയുക എന്ന ചോദ്യവുമായി ഇന്ദ്രദ്യുമ്ന രാജാവിന് അഗസ്ത്യമുനിയോട് തർക്കിച്ച് ജയിക്കാമായിരുന്നു. പക്ഷേ സത്വഗുണപ്രധാനനായ രാജാവ് തനിക്ക് ലഭിച്ച ശാപം ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് സമാധാനിക്കുകയാണ് ചെയ്തത്. ഗജേന്ദ്രനായി ജീവിച്ച രാജാവ് മുതല കാലിൽ പിടിമുറുക്കിയപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിച്ച് സ്തോത്രങ്ങൾ ചൊല്ലിയും താമരപ്പൂവ് അർപ്പിച്ചും ഭഗവാനെ ആരാധിച്ചു. മനസ്സിലെ അഹം എന്ന ബോധം തീരെ ഇല്ലാതായപ്പോഴാണ് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടതും രാജാവിന് സാരൂപ്യമുക്തി നൽകി അനുഗ്രഹിച്ചതും. ഈ സംഭവത്തിൽ നിന്ന് ഭക്തന്മാർ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ തങ്ങളെ പരീക്ഷിക്കുവാനായി പല ദുഃഖങ്ങൾ നൽകും എന്നും ആ സമയത്തെല്ലാം ഭഗവാനെ ഉപേക്ഷിക്കാതെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖത്തെ അതിജീവിക്കണം എന്നുമാണ്.